welcome back to Angie's Family Vlogs. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ദുബായ് സഫാരി പാർക്കാണ്. ദുബായിൽ അൽവർക്ക എന്നുള്ളൊരു സ്ഥലത്താണ് ഈ സഫാരി പാർക്ക് ഉള്ളത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. കുറേ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു പാർക്കാണ്. നമ്മുടെ നാട്ടിൽ പുത്തൂരൊക്കെ വരുന്നില്ലേ, തൃശ്ശൂർ, അതേപോലെ തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ടാഗ് കിട്ടും. ഇതാണ് സഫാരി പാർക്കിൻ്റെ വെൽക്കം ഏരിയ. മാളിൻ്റെ ഉള്ളിൽ പോലെ കുറേ കടകളുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്. അടിപൊളിയാണ്. നമ്മളൊരു സൂ ആണെന്ന് ഒരിക്കലും പറയത്തില്ല അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അങ്ങനെ നമ്മൾ സഫാരി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇത് സഫാരി പാർക്കിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു മാപ്പാണ്. അതുപോലെ തന്നെ കുറേ ഷോസ് ഉണ്ട്. അപ്പോൾ ആ ഷോസിൻ്റെ ടൈമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ. നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു ടാക്സി പോലെ എടുക്കാം, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ എപ്പോഴും നമുക്ക് ഇതുപോലെ ബസ്സും ട്രെയിനും ഒക്കെ വരുന്നതാണ്. നമ്മൾ അധികം നേരം ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ള ബസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്. ഓരോ സ്റ്റേഷനിൽ നിന്നും ഓരോ സ്റ്റേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് ആക്സസ് ആണ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു നല്ല ഫുൾ ഗ്രീനറിയും. നമ്മളൊരു ദുബായിലാണ്, ഒരു ഡെസേർട്ടിലാണെന്നൊന്നും നമ്മൾ വിചാരിക്കത്തില്ല. കുറേ ടൈപ്പ് ഓഫ് വില്ലേജ് ഉണ്ട്. ആഫ്രിക്കൻ വില്ലേജ് ഉണ്ട്, ഏഷ്യൻ വില്ലേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലോറർ വില്ലേജിലാണ്. എക്സ്പ്ലോറർ വില്ലേജിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് ബേർഡ് ഷോ ആണ്. ഓരോ ദിവസം അവിടെ ബേർഡ് ഷോൻ്റെ ഒക്കെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ടാവും. Bird show. Safari Park. Hello, I'm actually looking for a blackbird. Have you seen one? Yeah, blackbird. A raven. Have you seen a raven flying around? No? Oh, that's not a raven. Oh, okay, you know what? Let me go and try and check inside. You know, Midnight likes to keep things neat and clean, so I guess she would just like to remind everyone not to leave your rubbish and throw them in those bins, alright? We have rubbish bins on either side of the theater. By the way, my name is Jay. I am one of the bird trainers right here in the park. Welcome to the Bird Kingdom! Well, everybody, this is our Hadada Ibis, and he came all the way from Africa. But on your right-hand side, we have Levi, our red-billed toucan. Come on right here, Levi. And on your left-hand side, we have Neil, our shadow-billed toucan. Here they are. All right. Would you like to join us today? Yeah. Still looking, checking the GPS, checking the map. Alright, I think you did already. There you go. Now, as I was saying, bird's beak is very important. They look very similar because of their white and big beaks. But they're from two completely different families and they are
These two right here are our Papuan hornbill, and they came all the way from Papua New Guinea. Isn't that cool? Just remain in your seats, okay? There you go. Now, well, male rhinoceros hornbills, they have red eyes. In comparison to the female have white eyes. And I know it's very hard to see, but you know what? Hornbills, they have eyelashes. Can you see their eyelashes? Yeah? It's very long and it's very prominent, right? Well, they use those eyelashes to protect your eyes from dust and debris. Now let's have Billy fly one more time. Let's go, Billy. So, what are you waiting for? Go out there. Enjoy the nature. അങ്ങനെ നമ്മുടെ ബേർഡ് ഷോ കഴിഞ്ഞു. നമുക്ക് ആ ബേർഡ് ഷോയിൽ ഉണ്ടായിരുന്ന പാരറ്റ്സിനെയും ബേർഡ്സിനൊക്കെ അടുത്ത് കാണാം. ഇതാണ് നമ്മുടെ റൈനോസറസ് ഹോൺബിൽ. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ മെക്കൗ ആൾ നമ്മുടെ അടുത്ത് ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. വെൽ ട്രെയിൻഡ് ആണ്. ഇത് നമ്മുടെ ബ്ലാക്ക് കൊക്കാറ്റോ. ഇത് ഭയങ്കര റെയറാണ് ഈ ബ്ലാക്ക് കൊക്കാറ്റോ. നല്ല ഭംഗിയുമാണ്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല വെൽവെറ്റ് പോലെയാണ് പിടിക്കാനായിട്ട്, നല്ല രസമാണ്. അങ്ങനെ അവരൊക്കെ നമ്മുടെ അടുത്ത് ബൈ ബൈ പറഞ്ഞു. ഒരു അടിപൊളി ബേർഡ് ഷോ ആയിരുന്നു, സൂപ്പർ ബേർഡ് ഷോ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സഫാരി സ്റ്റേഷനിലാണ്. സഫാരി സ്റ്റേഷൻ നമുക്ക് ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ ഈ ബസ്സിൽ പോവാണ്. നമ്മുടെ കൂടെ ഗൈഡുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഗേറ്റൊക്കെ ആയിട്ട്, അതുപോലെ ഗേറ്റൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് മെല്ലെ അതിൻ്റെ ഉള്ളിൽ പോവാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. ആൾ നല്ല സുഖമായിട്ട് അവിടെ നീന്തി തുടിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചുറ്റും കുറേ ഏക്കർ കണക്കിന് കുറേ സ്ഥലത്താണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കുറേ കുരങ്ങന്മാരാണ് അവർ അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ തൃശ്ശൂർ സൂവിലുള്ള കുരങ്ങന്മാരുടെ ഇതൊക്കെ ഞാൻ ആലോചിച്ചു അത് കണ്ടപ്പോൾ. അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ മേലേക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ മേലേക്ക് ഇവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് വൈൽഡ് ബീസ്റ്റാണ്, ആഫ്രിക്കയിലൊക്കെ കാണുന്നൊരു വൈൽഡ് ബീസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എനിക്കതിൻ്റെ പേരറിയത്തില്ല, കുറേ മാനുകളുണ്ട്. പിന്നെ കുറേ കൂട്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, പക്ഷേ അകലേക്ക് കുറേ ഉണ്ട്, നിറയെ ഉണ്ട്. പിന്നെ ഇത് ലൈനാണ്, വൈറ്റ് ലൈനാണ്. ആളിങ്ങനെ നല്ല രസത്തിലവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണമൊന്നല്ല, കുറേ ഉണ്ട്. നമുക്ക് അടുത്ത് ഇത്രയേ കണ്ടുള്ളൂ. അതുപോലെ റൈനോസേഴ്സ് ഉണ്ടായിരുന്നു, അവരവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബേർഡാണ്. അതേപോലെ അങ്ങനെ കുറേ മൃഗങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ജംഗിൾ സഫാരി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് കുറേ ഉണ്ട് അവിടെ നിറച്ച്. ഇതിങ്ങനെ ഒരു കുഞ്ഞൊരു വാട്ടർഫോൾ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ബസ് പോകുന്നത്. അങ്ങനെ പിന്നെ ടൈഗർ ഉണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരവിടെ കിടക്കുന്നത് കാണാനായിട്ട്. ടൈഗർ ഉണ്ട്. ഇത് നമ്മൾ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ. അകലെ ഇതാണ് നമ്മുടെ ബസ്. ഇങ്ങനത്തെ ബസ്സിലാണ് നമ്മൾ ഉള്ളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഒരു എനിമലാണത്. അതും കുറേ കൂട്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സാമ്പാഡിയർ. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ പോയി ബസ്സുകൾ കണ്ടില്ലേ, നല്ല അടിപൊളി ബസ്സുകളാണ് കേട്ടോ. ഇത് ചീറ്റ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സഫാരി കഴിഞ്ഞ് അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു എലിഫൻറ്റ് റെസ്റ്റോറൻ്റ് ആണ്, നല്ല വലിയ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മുടെ എക്സ്പ്ലോറർ വില്ലേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ആഫ്രിക്കൻ വില്ലേജ് ആണ്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ ആഫ്രിക്കൻ വില്ലേജിലെത്തി. ചിമ്പാൻസി ഹൗസ്,
ഫസ്റ്റ് ചിമ്പാൻസി ഹൗസ് ആയിരുന്നു. ആൾ കുറച്ചൊന്ന് നല്ല ആക്റ്റീവായിരുന്നു. ഇത് ഓരോ നമ്മുടെ ചിമ്പാൻസി, ഗോറില്ല, ഒറാങ്കുട്ടൻ അവരുടെയൊക്കെ കൈയിൻ്റെ സൈസാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ കൈയിൻ്റെ സൈസും അവരുടെ കൈയുടെ സൈസും എന്ത് വലുതാന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതവിടെ ചുമ്മാ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമുക്ക് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അവരുടെ പോലെയൊക്കെ ആവും. അടുത്തത് ഗൊറില്ല ഹൗസാണ്. ഗൊറില്ല ഹൗസിൽ ആൾ നല്ല ഉറക്കമായിരുന്നു. നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. അവിടെ ഒരു ഗോറില്ലേനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയില്ലേ, പറ. ഇത് ഞാൻ ഇടൂട്ടാ. അടുത്തത് റെപ്റ്റൈൽ ഹൗസാണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ്. പാമ്പിനെ ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയത്തില്ല, എല്ലാവർക്കും പേടിയായിരിക്കും. പക്ഷേ എനിക്കൊരു എക്സ്ട്രാ ഒരു 100 പുലി വന്ന് നിന്നാലും എനിക്ക് അത്ര പേടി ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഞാൻ അധികം ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് അങ്ങനെ പോവാറില്ല. റെപ്റ്റൈലിനെ കാണാനായിട്ട് അധികം അങ്ങനെ പോവാറില്ല. പക്ഷേ അടിപൊളിയാണെന്ന് കേട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. നല്ല രസത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. Is it from India? Sakra, what are these? Tortoise? Sakra, how is Dubai Safari Park? Oh yeah, really? അടുത്തത് ആഫ്രിക്കൻ എലിഫൻ്റ് ആണ്. അവർ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ നടക്കുന്നത് കാണാനായിട്ട്. പക്ഷേ ചെറുതുകളായിരുന്നു തോന്നുന്നു. അത്ര ഭയങ്കര വലുപ്പം ഫീൽ ചെയ്തില്ല. ആഫ്രിക്കൻ ആന പറയുമ്പോൾ നല്ല വലുപ്പം ഫീൽ ചെയ്യുമല്ലോ. ഇത് ഏഷ്യൻ വില്ലേജ് ആണ്. നെക്സ്റ്റ് വില്ലേജിൽ നമ്മൾ എത്തി. ഇത് ഗിബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുരങ്ങനാണ്. ആൾ നല്ല ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ കാണിക്കുന്നുണ്ടായിരുന്നു സർക്കസിലെ പോലെ. നല്ല രസമുണ്ടായിരുന്നു ആളുടെ ആക്ടിവിറ്റീസ്. അടുത്തത് കരടിയാണ്, മൂൺ ബിയർ. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. അടുത്തത് അറേബ്യൻ ഡെസേർട്ട് സഫാരിയാണ്. അറേബ്യൻ വില്ലേജ് ആണ്. അത് നമ്മുടെ നേരത്തെ നമ്മൾ പോയ ആ ഒരു സഫാരി പോലെ തന്നെ ഇത് പക്ഷെ ഓപ്പൺ ആയിട്ടുള്ളൊരു വണ്ടിയിലാണ് നമ്മളെ അവർ കൊണ്ടുപോകുന്നത്. ഡെസേർട്ടിൽ കാണുന്ന കുറേ അനിമൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഡെസേർട്ട് സഫാരിയിൽ, ഈ ഒരു അറേബ്യൻ സഫാരിയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതത്ര വലിയ ഡേഞ്ചറസ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഓപ്പൺ ആയിട്ടുള്ളൊരു കാറിലാണ് നമ്മൾ പോകുന്നത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവരെ. Hello. Hello.
തലയിൽ കയറി കഴിഞ്ഞ് പിന്നെ ഇറങ്ങാൻ പറ്റൂല. Can I give? ഹായ് തക്കര. Hi. തക്കരയ്ക്ക് ഇന്നത്തെ വിസിറ്റില് എന്താണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? I like the bird show. ലൈക്ക് ദ ബേർഡ് ഷോ. Yeah. And then after bird show, which is the next one? So you do not like the lions, tigers and all? Yeah, I really like it. Okay. I like the bus ride that will ask questions, right? Okay. The safari one. Yeah. I want to come again. You want to come again? Yeah. So you like that much? Yeah. അങ്ങനെ നമ്മുടെ ദുബായ് സഫാരി പാർക്ക് കണ്ടു. 9 to 5 ആണ് ഇതിൻ്റെ ടൈമിങ്. നേരത്തെ തന്നെ വരാൻ നോക്കുക, 9 മണിക്ക് തന്നെ വരാൻ നോക്കുക, കാരണം 6 മണി വരെ നമുക്ക് കാണാനുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു, ബൈ.